ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉലൂമുദ്ദീൻ വാർഷിക എക്സാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരിയായപ്പെടുത്താനാണ്. പരിശുദ്ധ കഅബ സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ് പരിശുദ്ധ കഅബ സ്ഥിതി ചെയ്യുന്നത്? പരിശുദ്ധ മക്കയിലാണ്. പരിശുദ്ധ മക്കയിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പരിശുദ്ധ കഅബ. അപ്പം മക്കയിൽ എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. ഒരിക്കലും കളവ് പറയുകയില്ല. ആരാണ് ഒരിക്കലും കളവ് പറയാത്തത്? സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയുകയില്ല. അത് ടിക്ക് ചെയ്യാം. ഇനിയോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് മസ്ജിദാണ്. മസ്ജിദ് അല്ലേ, പള്ളികളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയാണ്. നമുക്കിത് മസ്ജിദാണ് പടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. ഇനി എന്താ? ആമിന ബീവിയുടെ പിതാവിൻ്റെ പേര്. ആമിന ബീവിയുടെ പിതാവ് വഹബിൻ്റെ മകളാണ് ആമിന ബീവി. വഹബിൻ്റെ മകളാണ് ആമിന ബീവി. വഹബ് നടയപ്പെടുത്താം. അടുത്തതാ, മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എന്താണ്? 53 വയസ്സാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53 വയസ്സുള്ളപ്പോഴാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിച്ചു. 63 വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ മനസ്സിലാക്കണം കേട്ടോ. അടുത്ത എന്താണ്? ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? 6 ഈമാൻ കാര്യങ്ങൾ 6, ഇസ്ലാം കാര്യങ്ങൾ 5 അല്ലേ? അപ്പോൾ ഈമാൻ കാര്യങ്ങൾ 6 എന്നത് ടിക്ക് ചെയ്യാം. അടുത്തതാ, സുബ്ഹി നിസ്കാരത്തിൽ മാത്രമുള്ള എന്താണ്? സുബ്ഹി നിസ്കാരത്ത് മാത്രമുള്ളത് കുനൂത്ത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ കുനൂത്ത്? സുബ്ഹി നിസ്കാരത്ത് മാത്രമുള്ളതാണ് കുനൂത്ത്. ഇനി ദീനിൻ്റെ തൂണാണ്. എന്താണ് ദീനിൻ്റെ തൂണ്? നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അസ്സലാത്തു ഇമാദുദ്ദീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ നിസ്കാരം ദീനിൻ്റെ തൂണാണ്. നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലുമ്പോൾ കൈകൾ ഉയർത്തണം. എവിടേക്കാണ് കൈകൾ ഉയർത്തേണ്ടത്? ചുമലിനു നേരെ. ചുമലിനു നേരെ കൈകൾ ഉയർത്തണം. നമ്മൾ പഠിച്ചിട്ടുണ്ടതാണ്. നിയ്യത്ത് ചെയ്ത് തക്ബീർ ചൊല്ലിക്കൊണ്ട് ചുമലിനു നേരെ കൈകൾ ഉയർത്തി, എന്നിട്ട് നെഞ്ചിനും പൊക്കിളിനും ഇടയിൽ കൈ കെട്ടണം എന്ന്. അപ്പോൾ അതൊക്കെ ചോദ്യം വരാം, മനസ്സിലാക്കട്ടാ. തക്ബീർ ചൊല്ലിക്കൊണ്ട് കൈകൾ കെട്ടണം. എവിടെയെന്ന് വെച്ചാൽ നെഞ്ചിനും പൊക്കിളിനും ഇടയിലാണ്. അതൊക്കെ മനസ്സിലാക്കണം. ഇനി പരിശുദ്ധ കഅബ തകർക്കാൻ വന്നവരെ നശിപ്പിച്ചു. ആരാണ് നശിപ്പിച്ചത്? അല്ലാഹു തആലയാണ് നശിപ്പിച്ചത്. അബ്രഹത്താണ് പരിശുദ്ധ കഅബ തകർക്കാൻ വന്നിരുന്നത്. അവരെ അല്ലാഹു തആല അബാബീൽ എന്ന കുഞ്ഞു പക്ഷികളെ അയച്ച് നശിപ്പിച്ചു അല്ലേ? അപ്പം അത് അല്ലാഹു തആല ഇത്. ഇനി ഇവിടെ ചേരുമ്പടി ചേർക്കാനാണ്. എന്താണ്? അല്ലാഹുമ്മ സൊല്ലി. അതിന് ബാക്കി നമ്മൾ ഇവിടുന്ന് കണ്ടെത്തണം. എന്താണ്? അല്ലാഹുമ്മ സൊല്ലി അലാ സയ്യിദിന മുഹമ്മദീൻ. അപ്പം അതിൻ്റെ സി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ, കമാ ബാറക്ത അല. എന്താണ്? കമാ ബാറക്ത അല ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ. അപ്പം അതിൻ്റെ ഈ എഴുതാം. അടുത്തതാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. മിൻ അദാബിൽ ഖബർ എഴുതാം. അടുത്തതാ, വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പം അതിൻ്റെ ബി എഴുതാം. ഇനിയാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിലിക. ഓപ്ഷൻ ഡി. അപ്പോൾ ഇതുപോലെ വന്ന ബാക്കി ദിക്റുകളും ദുആകളൊക്കെ ഉണ്ട്. നമസ്കാരത്തിൻ്റെതും വീട്ടിലേക്ക് കയറുമ്പോൾ മസ്ജിദിലേക്ക് കയറുമ്പോൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ വന്നാൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം, മനസ്സിലാക്കട്ടാ. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. വജ്ജഹത്തു വജ്ഹിയ ലില്ലദി. എന്താണ്? വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർദ്. ഇവിടെ ഫത്തറ സമാവാതി വൽ അർദ്. അടുത്തതാ, റബ്ബി ഉഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി അല്ലേ? സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിൽ ചൊല്ലുന്ന ദിക്ർ അല്ലേ? അടുത്തതാ, അന്തൽ മുഖദ്ദിമു വ അന്തൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അന്ത. അവസാനത്തെ ദുആ അല്ലേ? അടുത്തതോ, മാതാപിതാക്കൾ എന്താണ്? സ്വർഗത്തിൻ്റെ 2 വാതിലുകളാണ്. മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ 2 വാതിലുകളാണ്. അടുത്തത്, അല്ലാഹുമ്മ ഹ്ദിന ഫീമൻ ഹദൈത് ഹദൈത് വഅഫിന ഫീമൻ ആഫൈത്. കുനൂത്തിൻ്റെ ആദ്യം. അപ്പോൾ അതൊക്കെ മാറി വരാം.
നമ്മൾ പഠിച്ച മറ്റു ഭാഗങ്ങളൊക്കെ മറ്റു ദിക്റുകളൊക്കെ വരാം. റുക്കൂയിൽ എന്ത് ചൊല്ലണം, സുജൂദിൽ എന്ത് ചൊല്ലണം എന്നതൊക്കെ പഠിക്കട്ടാ. അടുത്ത ഇനി ഒറ്റ വാക്കിൽ ഉത്തരം ഏതാണ്? നമ്മുടെ കിബില ഏതാണ്? നമ്മുടെ കിബില ഏതാണ്? പരിശുദ്ധ മക്കയിലെ കഅബയാണ്. അപ്പോൾ കഅബയാണ് നമ്മുടെ കിബില. അടുത്തതോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജനിച്ച ഗ്രാമത്തിൻ്റെ പേര് ഏതായിരുന്നു? ഇറാനിലെ ജീലാനി ഗ്രാമത്തിലാണ്. അപ്പോൾ ഷെയ്ഖ് ജീലാനി ജനിച്ചത് ജീലാനി ഗ്രാമത്തിലാണ്. ഗ്രാമത്തിൻ്റെ പേരാ ചോദിച്ചത് കേട്ടോ. അപ്പോൾ ജീലാനി ഗ്രാമത്തിലാണ്, ഇറാനിലെ ജീലാനി ഗ്രാമത്തിലാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജനിച്ചത്. അടുത്തത് ഇശാ നിസ്കാരം എത്ര റക്അത്താണ്? ഇശാ നിസ്കാരം എത്ര റക്അത്താണ്? 4 റക്അത്താണ്. 4 റക്അത്ത്. അടുത്തത് മാതാവ് വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സായിരുന്നു മാതാവ് ആമിന ബീവി വഫാത്താകുമ്പോൾ. അടുത്തത് ഇവരുടെ പൊരുത്തം സമ്പാദിച്ചവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. ആരുടേതാണ്? ഉസ്താദുമാരുടെ പൊരുത്തം സമ്പാദിച്ചവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ഉസ്താദുമാർ. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. കഅബയെ അല്ലാഹു തആല സംരക്ഷിക്കും. ആരോട് പറഞ്ഞതാണ്? അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറഞ്ഞതാണ് കഅബ അല്ലാഹു തആല സംരക്ഷിക്കും എന്നത്. അടുത്തത് വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിനാ തവക്കൽന എന്ന ദിക്റാണ് വീട്ടിലേക്ക് കയറുമ്പോൾ. അടുത്തതാ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെയാണ്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വൈറ. റബ്ബേ, ചെറുപ്പത്തിൽ അവർ എന്നെ വളർത്തിയത് കാരണമായി അവർ രണ്ടുപേർക്കും നീ കാരുണ്യം ചെയ്യണമേ എന്നതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഈമാൻ കാര്യത്തിൽ 4-മത്തേത്? നമ്മളെപ്പോഴും പറയുന്നത് റിവിഷൻ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈമാൻ കാര്യങ്ങൾ ഓർഡറിൽ പഠിക്കണം. അപ്പോഴാണ് ഈമാൻ കാര്യത്തിൽ 4-മത്തേത് എഴുതാൻ കഴിയുള്ളൂ. 4-മത്തേത് ഏതാന്ന് ചോദിച്ചാൽ എഴുതാൻ കഴിയുള്ളൂ. ഏതാണ്? അല്ലാഹു തആലയുടെ മുർസലുകളിൽ വിശ്വസിക്കലാണ് ഈമാൻ കാര്യത്തിൽ 4-മത്തേത്. അതുപോലെ ഓർഡറിൽ പഠിക്കണം. ഈമാൻ കാര്യത്തിൽ 2-മത്തെ ചോദിച്ചാലോ അല്ലാഹു തആലയുടെ മലക്കുകളിൽ വിശ്വസിക്കലാണ്. അപ്പോൾ അത് ഓർഡർ എന്തായാലും ഇതിൻ്റെ കൂടെ ബുക്ക് എടുത്തിട്ട് ഓർഡറിൽ പറഞ്ഞ് പഠിക്കട്ടോ. അടുത്ത എന്താണ്? മോനെ കളവ് പറയരുത്. ആരോട് പറഞ്ഞതാണ്? ഉമ്മ പറഞ്ഞതാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറഞ്ഞതാണ് മോനെ കളവ് പറയരുത് എന്ന്. സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയുകയില്ല എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പാഠഭാഗം വെച്ചിട്ട് ഓരോ പാഠത്തുനിന്നും പഠിക്കേണ്ട ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.